ഹോർമസ് കടലിടുക്കിന് സമീപം US വ്യോമസേനയുടെ 2 ഇന്ധനവാഹിനി വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ KC-135 സ്ട്രോട്ടോ ടാങ്കർ, KC-46A പെഗാസസ് എന്നീ വിമാനങ്ങളാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായത്. മേഖലയിൽ US സൈന്യം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന സിഗ്നലുകൾ നൽകിയതിനു പിന്നാലെയാണ് വിമാനങ്ങളുമായുള്ള ആശയവിനിമയം പൂർണ്ണമായി നഷ്ടമായത്. സംഭവം നടന്ന സമയത്ത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വലിയ തോതിലുള്ള GPS തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വിമാനങ്ങളുടെ ഗതിനിർണ്ണയ സംവിധാനങ്ങളെ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഖത്തറിലെ സൈനിക താവളത്തിൽ നിന്ന് USS സെർച്ച് ആൻഡ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ ഇതിനോടകം തന്നെ തിരച്ചിലിനായി പുറപ്പെട്ടിട്ടുണ്ട്. കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് തിരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സമുദ്രത്തിൽ ഇന്ധനം പടരുന്നതിന്റെ ലക്ഷണങ്ങളോ വിമാനാവശിഷ്ടങ്ങളോ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് സൈന്യം. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നാണ്. ഈ മേഖലയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന സംഘർഷം വിമാനങ്ങളുടെ തിരോധാനത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. സാധാരണഗതിയിൽ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള 2 വിമാനങ്ങൾ ഒരേ സമയം കാണാതാവുക എന്നത് അസാധ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അതിനൂതനമായ ആയുധങ്ങളോ ഡ്രോൺ സാങ്കേതിക വിദ്യയോ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായ 2 വിമാനങ്ങളും US വ്യോമസേനയുടെ നട്ടെല്ലാണ്. മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നൽകുന്ന ഈ വിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് USന്റെ മേഖലയിലെ സൈനിക നീക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഗൾഫ് മേഖലയിലെ സമുദ്രയുദ്ധം ഇപ്പോൾ ആകാശത്തേക്ക് പടരുകയാണോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരുകൾ മുറുകുന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. GPS സിഗ്നലുകൾ നഷ്ടപ്പെട്ടതിനാൽ വിമാനങ്ങൾ കടലിൽ തകർന്നു വീണതാകാമെന്നതാണ് ഒരു വിഭാഗം കരുതുന്നത്. എന്നാൽ അടിയന്തര സന്ദേശം അയക്കാൻ പൈലറ്റുമാർക്ക് സാധിച്ചത് സംഭവത്തിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. US വിമാനങ്ങൾ തങ്ങളുടെ അതിർത്തി ലംഘിച്ചു എന്ന കാര്യത്തിൽ ഇറാന്റെ നിലപാട് നിർണായകമാണ്. തിരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ ഖത്തറിലെ അൽ ലുതൈദ് എയർബേസ് കേന്ദ്രീകരിച്ച് വലിയ സൈനിക നീക്കങ്ങളാണ് നടക്കുന്നത്. കാണാതായ സൈനികരുടെ വിവരങ്ങൾ US പുറത്തുവിട്ടിട്ടില്ല. ഈ സംഭവം മേഖലയിലെ ചാരപ്രവർത്തനങ്ങളുടെയും സൈനിക പരീക്ഷണങ്ങളുടെയും ഭാഗമാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഈ സൈനിക അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി സംസാരിച്ച ശേഷം മാത്രമേ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിടുകയുള്ളൂ. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഏജൻസികൾ സമുദ്രപാതയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശത്ത് നടന്ന ഈ ദുരൂഹത നീങ്ങിയാൽ മാത്രമേ മേഖലയിലെ യഥാർത്ഥ സാഹചര്യം വ്യക്തമാവുകയുള്ളൂ. സമുദ്രത്തിനടിയിലുള്ള സെൻസറുകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും ഉപയോഗിച്ച് വിമാനങ്ങളുടെ അവസാന സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മേഖലയിൽ നടന്ന ഏറ്റവും വലിയ സൈനിക ദുരൂഹതയാണിത്. സാങ്കേതിക വിദഗ്ധർ ട്രാഫിക് കൺട്രോൾ ഡാറ്റകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണെങ്കിലും ആയുധ യുദ്ധതന്ത്രങ്ങളിൽ അസാധ്യമായി ഒന്നുമില്ല. ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കാനാണ് ശത്രുക്കൾക്ക് സാധിക്കുമോ എന്ന പഠനവും നടക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. US സൈന്യം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ വ്യോമാതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണ്. വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് 2 വിമാനങ്ങളും സന്ദേശം അയച്ചത്. ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണെന്ന വാദത്തിന് ബലം നൽകുന്നുണ്ട്. പൈലറ്റുമാർക്ക് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിച്ചോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിമാനങ്ങളും കപ്പലുകളും തിരച്ചിലിനെത്തും. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ശക്തമായ അടിയൊഴുക്കുള്ള ഈ ഭാഗത്ത് അവശിഷ്ടങ്ങൾ കണ്ടെത്തുക പ്രയാസകരമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും നീക്കം ഈ തിരോധാനത്തിന് പിന്നിലുണ്ടെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്.
ഹോർമുസിലെ ഈ നിഗൂഢതകൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കാനോ US നിർബന്ധിതരായേക്കും. വിമാനങ്ങളുടെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ മാത്രമേ അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയൂ. എന്നാൽ ആഴക്കടലിൽ അവ കണ്ടെത്തുക എന്നത് വലിയൊരു ദൗത്യമാണ്. ഈ ദുരൂഹത നീക്കാൻ അമേരിക്ക എത്രത്തോളം സമയമെടുക്കുമെന്നത് നിർണായകമാണ്. ഓരോ നിമിഷവും കഴിയുന്തോറും തിരോധാനത്തിന് പിന്നിലെ അപകട സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. US സൈന്യം തങ്ങളുടെ ഔദ്യോഗിക ചാനലുകൾ വഴി കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്.